ഹായ് ഫ്രണ്ട്സ്, നമ്മൾ സിലോജിസത്തിന്റെ കുറച്ച് ഭാഗങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. അതിന്റെ ബാക്കിയാണ് ഇപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സം എ ആർ ബിന്റെ കൺസെപ്റ്റ് പറഞ്ഞു, ഓൾ എ ആർ ബി പറഞ്ഞു, നോ എ ആർ ബി അങ്ങനെ വെച്ചിട്ടുള്ള കുറച്ച് സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷൻ എന്നിട്ട് കുറച്ച് എക്സാമ്പിൾ ചെയ്തു. ഇനി ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് സം എ ആർ ബിയും സം എ ആർ നോട്ട് ബിയും എന്താ ഡിഫറൻസ് എന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു സം എ ആർ ബി എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക. എ ഇതാണെങ്കിൽ ബി ഇത്, അതായത് സം എ ആർ ബി, എന്റെ കുറച്ച് ഭാഗം ബി ആണ്, അതുപോലെ ബിന്റെ കുറച്ച് ഭാഗം എ ആണ്. ഇവിടെ നമുക്ക് സം എ ആർ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള എന്റെ ഭാഗം ബി അല്ല എന്ന് പറയാൻ പറ്റില്ല. അത് അവിടെ സ്റ്റേറ്റ്മെന്റിൽ കൊടുത്തിട്ടില്ല. അങ്ങനെ ഒരു കൺക്ലൂഷൻ നമുക്ക് എത്തിക്കാൻ പറ്റില്ല. അപ്പൊ സം എ ആർ നോട്ട് ബി എന്ന് പറഞ്ഞാൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുക? ഇതിപ്പോ ഇത് എന്റെ കുറച്ച് ഭാഗം ബി അല്ല എന്നാണ് പറയുന്നത്. അപ്പോ എന്റെ കുറച്ച് ഭാഗം ബി അല്ല, ഇങ്ങനെയാണ് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. സം എ ആർ ബി, സം എ ആർ ബിന്റെ അർത്ഥം എന്റെ കുറച്ച് ഭാഗം ബി ആണെന്നാണ്. എന്ന് കരുതി എന്റെ ബാക്കി ഭാഗം ബി അല്ല എന്ന് പറയാൻ പറ്റില്ല. അതിന് നമുക്ക് സെപ്പറേറ്റ് റെപ്രസെന്റ് ചെയ്യണം. അതായത് സം എ ആർ നോട്ട് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കുറച്ച് ഭാഗം ബി അല്ല എന്നാണ് അർത്ഥം. ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ സമ്മും സം നോട്ടും വെച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതെങ്ങനെയാണ്, അതിന്റെ കൺക്ലൂഷൻസ് എങ്ങനെയാണ് അത് ഫോളോ ചെയ്യാൻ നോക്കാണ് ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റ് എക്സാമ്പിൾ നോക്കാം. സം എ ആർ ബി, ഓൾ ബി ആർ സി, നോ സി എസ് ടി. അപ്പൊ എങ്ങനെ ആദ്യം വരയ്ക്കുക? സം എ ആർ ബി, അത് നമുക്ക് വരയ്ക്കാൻ അറിയാം. ഇതാണ് സമ്മിന്റെ സം എ ആർ ബി. ഓൾ ബി ആർ സി, അപ്പൊ എന്ത് ചെയ്യണം? ബിനെ കവർ ചെയ്തിട്ട് സി വരയ്ക്കണം. അപ്പൊ സം ബി ആർ ഓൾ ബി ആർ സി, ഓൾ ബി ആർ സി. പിന്നെ നോ സി എസ് ഡി എന്നാണ്. അപ്പൊ സിയുമായിട്ട് ഡിക്ക് കണക്ഷൻ വരാൻ പാടില്ലാത്ത രീതിയിൽ ഡിനെ വരച്ചു. അപ്പൊ സം എ ആർ ബി, ഓൾ ബി ആർ സി, നോ സി എസ് ഡി വരച്ചു കഴിഞ്ഞു. ഫസ്റ്റ് കൺക്ലൂഷൻ നോക്കുക. സം എ ആർ നോട്ട് ഡി, എ ഇവിടെയാണ്, ഡി ഇവിടെയാണ്. സം എ ആർ നോട്ട് ഡി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ വരിക? സം എ എന്ന് പറയുമ്പോൾ എന്താണ്? ബിയും സിന്റെ ഈ ഭാഗമല്ലേ വരിക? സം എ ആർ ഓൾറെഡി ഇപ്പൊ നമുക്ക് ഈ പിക്ചറിൽ കിട്ടുന്ന കൺക്ലൂഷൻസ് എന്തൊക്കെയാണ്? ഓൾ ബി ആർ സി എന്ന് പറഞ്ഞാൽ സം സി ആർ ബി കറക്റ്റ് ആണ്. അതേപോലെ തന്നെ സം എ ആർ ബി പറഞ്ഞാൽ സം ബി ആർ സി കറക്റ്റ് ആണ്, സം എ ആർ സി കറക്റ്റ് ആണ്, സം സി ആർ എ കറക്റ്റ് ആണ്. പിന്നെ ഇതിനുള്ള കണക്ഷൻ എന്താണ്? നോ സി ഈസ് ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ ബി ഈസ് ഡി ആണ്. അതായത് ബിയും ഡിയും കണക്ഷൻ വരാൻ പാടില്ല, കാരണം ഓൾറെഡി സിയുമായിട്ട് കണക്ഷൻ ഇല്ല. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എയും ഡിയും തമ്മിലാണ്. എയും ഡിയും തമ്മിൽ പറയുമ്പോൾ സം എ ആർ നോട്ട് ഡി, സം എ, ഈ സം എന്റെ ഭാഗമാണല്ലോ ഈ ഭാഗം. അതായത് എയും ബിയുടെ കണക്ഷൻ ആണ് സം. അതായത് ബിയും ആയിട്ടും സിയും ആയിട്ടും ഡിക്ക് കണക്ഷൻ ഇല്ല. എന്റെ കുറച്ച് ഭാഗമാണ് ഈ ബിയും സിയും, എന്റെ കുറച്ച് ഭാഗമാണ് ബിയും സിയും. ആ ബിയും സിക്കും ഡിയും ആയിട്ട് കണക്ഷൻ ഇല്ല. അപ്പോ സം എ ആർ നോട്ട് ഡി എന്ന് പറയുന്നത് കറക്റ്റ് ആവുമല്ലോ, ശരിയല്ലേ? സം എ എന്ന് പറയുന്നത് എന്താണ്? ബിന്റെ സിന്റെ കുറച്ച് ഭാഗമാണ്. ബിയും സിയും ഡിയും ആയിട്ട് കണക്ഷൻ ഇല്ല പറഞ്ഞു. അപ്പൊ ബിയും സിയും കണക്ഷൻ ഇല്ലെങ്കിൽ എന്റെ കുറച്ച് ഭാഗം ഡി ആയിട്ട് കണക്ഷൻ ഇല്ല എന്ന് തന്നെയാണ് അർത്ഥം. അപ്പൊ സം എ ആർ നോട്ട് ഡി എന്നുള്ളത് ട്രൂ ആണ്, ഫോളോ ചെയ്യും. ഒന്നുകൂടി പറയാം. ഇവിടെ വരച്ചിരിക്കുന്നത് സം എ ആർ ബി, ഓൾ ബി ആർ സി, നോ സി എസ് ഡി. അപ്പൊ ഈ ലിങ്കിൽ തന്നെ ബിയും സിയും ഡിക്ക് കണക്ഷൻ ഇല്ല എന്നർത്ഥം. നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്ന എയും ഡിയും തമ്മിലുള്ള റിലേഷൻ ആണ്, സം നോട്ട് ആണ്. സം എ ആർ നോട്ട് ഡി എന്നാണ് കൺക്ലൂഷൻ തന്നിരിക്കുന്നത്. അപ്പൊ ബിയും സിയും ഡി ആയിട്ട് കണക്ഷൻ ഇല്ലെങ്കിൽ ബിയും സിയും എന്റെ കുറച്ച് ഭാഗമാണ്. അപ്പൊ എന്റെ കുറച്ച് ഭാഗം ഡി ആയിട്ട് കണക്ഷൻ ഇല്ല എന്നല്ലേ അർത്ഥം? എന്റെ കുറച്ച് ഭാഗം ഡി ആയിട്ട് കണക്ഷൻ ഇല്ല. സം എ ആർ നോട്ട് ഡി, അത് കിട്ടി. അതുകൊണ്ട് ഫസ്റ്റത്തെ ഫോളോ ചെയ്യും. പിന്നെ ചോദിച്ചിരിക്കുന്നത് സം സി ആർ നോട്ട് ഡി, സി ഇവിടെയാണ്, ഡി ഇവിടെയാണ്. സം സി ആർ നോട്ട് ഡി, ഓൾറെഡി സിയും ഡിയും ആയിട്ട് കണക്ഷൻ ഇല്ല. അപ്പൊ സിന്റെ ബി, അതേപോലെ ബിയും ഡിയും ആയിട്ട് കണക്ഷൻ ഇല്ല. അപ്പൊ സിന്റെ കുറച്ച് ഭാഗം ഡി ആയിട്ട് കണക്ഷൻ ഇല്ല എന്ന് പറയുന്നത് ട്രൂ തന്നെയാണല്ലോ. ഓൾറെഡി സിയും ഡിയും ആയിട്ട് കണക്ഷൻ ഇല്ല. അപ്പൊ സം സി പറയുമ്പോൾ ഇവിടെ നോക്കിയാലും മതി. സം സി പറഞ്ഞാൽ നമ്മൾ ഏതെടുക്കാറ്? ബി എടുക്കാറുണ്ട്. അപ്പൊ ബിയും ഡിയും ആയിട്ട് കണക്ഷൻ ഇല്ല. അപ്പൊ സം സി ആർ നോട്ട് ഡി എന്ന് പറയുന്നത് ട്രൂ ആണ്. പിന്നെ സം ഡി ആർ നോട്ട് എ, ഡിയും എയും. സം ഡി, ഈ ഇത് ഇവിടെ നോക്കുമ്പോൾ എയും ഡിയും ആയിട്ട് കണക്ഷൻ ഇല്ല. നമുക്ക് ഇവിടെ ഫസ്റ്റത്തെ നോക്കിയാൽ അറിയാം സം എ ആർ നോട്ട് ഡി. സം എ എടുക്കാൻ കാരണം എന്താ? ബിയും സിയും ആയിട്ട് കണക്ഷൻ ഇല്ലാത്തതുകൊണ്ട് എയും ഡി ആയിട്ട് കണക്ഷൻ ഇല്ല എന്ന് പറയാൻ പറ്റും. പക്ഷെ സം ഡി പറഞ്ഞാൽ ഡിന്റെ കുറച്ച് ഭാഗമായിട്ട് നമുക്ക് എവിടെയും കാണിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഈ ഡി നമ്മൾ സം ഡി ആർ നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിയും എയായിട്ട് എങ്ങനെയും കണക്ട് ചെയ്യാൻ പറ്റുമോ നോക്കുക.
സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിരിക്കുന്നത് നോ സി ഇസ് ഡി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സിയു ആയിട്ട് കണക്ട് ചെയ്യാണ്ട് ഡി വരച്ചാൽ മതി. അപ്പൊ ഇപ്പൊ തൽക്കാലം ഇപ്പൊ നമ്മളിപ്പോ ഇവിടെയാണ് വരയ്ക്കുന്നത് വിചാരിക്കുക. ഡി ഇവിടെ വരയ്ക്കുന്നത് വെച്ചാൽ ഇപ്പൊ നമുക്ക് ഡിയും സിയും ആയിട്ട് കണക്ഷൻ ഇല്ല, ഡിയും ബിയും ആയിട്ട് കണക്ഷൻ ഇല്ല. പക്ഷെ എയും ബിയും ആയിട്ട് കണക്ഷൻ ഉണ്ട്. അതായത് സം എ ആർ ബി എന്നുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് അവിടെ. അതായത് അങ്ങനെ ഒരു ഡയഗ്രം, പോസിബിൾ ആയിട്ടുള്ള ഒരു ഡയഗ്രം നമുക്ക് വരയ്ക്കാൻ പറ്റും. അപ്പോൾ ഡെഫിനറ്റ് ആയിട്ട് സം ഡി ആർ നോട്ട് എ എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താണ്, ഡി ആയിട്ടുള്ള സം ഡിന്റെ ഒരു ഭാഗം ഇവിടെ കാണിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ആ ഡിയും എ ആയിട്ട് എങ്ങനെയും കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം. കണക്ട് ചെയ്യാൻ പറ്റുമല്ലോ, പറ്റും. കാരണം എന്താ, സിയും ബിയും ആയിട്ട് കണക്ഷൻ ഇല്ലാണ്ട് ഡയഗ്രാം വരച്ചാൽ മതി. അപ്പോൾ ഡീനെ നമ്മൾ ഇവിടെ കണക്ട് ചെയ്ത് വരയ്ക്കാം, അല്ലെങ്കിൽ ഈ എയുടെ ഉള്ളിൽ മാത്രമായിട്ട് വരയ്ക്കാം. അങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ബിയും സിയും ആയിട്ട് ഡിക്ക് കണക്ഷൻ വരില്ല. പക്ഷെ അപ്പൊ എയും ബിയും ആയിട്ട് കണക്ഷൻ വന്നു. അതായത് സം എ ആർ ബി എന്നുള്ളൊരു പോസിബിലിറ്റി അവിടെ ഉണ്ട്. അപ്പൊ സം ഡി ആർ നോട്ട് എ എന്ന് പറയുന്നത് തെറ്റായിരിക്കും. കാരണം ഡിനെയും എനെയും കണക്ട് ചെയ്തിട്ട് നമുക്ക് ഈ സ്റ്റേറ്റ്മെന്റിനെ വയലേറ്റ് ചെയ്യാണ്ട് വരയ്ക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ സം ഡി ആർ നോട്ട് എ എന്ന് പറയുന്നത് ഫോൾസ് ആണ്. പക്ഷേ ഫസ്റ്റത്തെ സം എ ആർ നോട്ട് ഡി കറക്റ്റ് ആയിരുന്നു. അതെന്തുകൊണ്ടായിരുന്നു, സം എ എന്ന് പറയുന്നത് ഈ ബിയും സിയും ഡിയും ആയിട്ട് കണക്ഷൻ ഇല്ല കാണിച്ചിട്ടുണ്ട്. സം എ എന്ന് പറഞ്ഞാൽ ബിയും സിന്റെ ഒരു ഭാഗമാണ് എയിൽ ഇരിക്കുന്നത്. അപ്പൊ ബിയും സിയും കണക്ഷൻ ഇല്ല പറഞ്ഞാൽ എയുടെ കുറച്ച് ഭാഗം ബി അല്ല എന്ന് സ്റ്റേറ്റ്മെന്റിൽ തന്നെ നമുക്ക് കിട്ടും, അല്ലെങ്കിൽ ഡയഗ്രത്തിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. പക്ഷെ സം ഡി എന്ന് പറഞ്ഞിട്ട് നമുക്ക് എവിടെയും നോക്കാൻ പറ്റില്ല. സം ഡി ഈ ഡീനെ നമുക്ക് എവിടെ വേണമെങ്കിലും വരയ്ക്കാം. അതായത് സിനെയും ബിനെയും കണക്ട് ചെയ്യാണ്ട് എവിടെ വേണമെങ്കിലും വരയ്ക്കാം. അപ്പോൾ എയുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എയും ഡിയും തമ്മിലൊരു റിലേഷൻ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത് കൊണ്ട് തന്നെ സം ഡി ആർ നോട്ട് എ എന്നുള്ളത് ഫോൾസ് ആണ്. സം എ ആർ നോട്ട് ഡി എന്ന് പറയുന്നത് ട്രൂ ആണ്. മനസ്സിലായി വിചാരിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സ്റ്റേറ്റ്മെന്റ് നോക്കുക. സം എ ആർ ബി, സം ബി ആർ സി, ഓൾ സി ആർ ഡി, ഓൾ ഡി ആർ ഇ, നോ ഇ ഇ ഈസ് എഫ്. അപ്പോൾ സം എ ആർ ബി, സം ബി ആർ സി. അപ്പോൾ ബിന്റെ കുറച്ച് ഭാഗം സി ആക്കിയിട്ട് വരച്ചു. സം ബി ആർ സി. അടുത്തത് ഓൾ സി ആർ ഡി. ഓൾ സി ആർ ഡി. സിനെ മൊത്തം കവർ ചെയ്തിട്ട് ഡി വരച്ചു. ഓൾ ഡി ആർ ഇ. അപ്പോൾ ഡിനെ കവർ ചെയ്തിട്ട് ഇ വരച്ചു. പിന്നെ നോ ഇ ഈസ് എഫ് എന്നാണ്. അപ്പൊ ഇയും എഫും തമ്മിൽ കണക്ഷൻ ഇല്ലാണ്ട് വരച്ചു. ഇതാണ് നമുക്ക് സ്റ്റേറ്റ്മെന്റിൽ നിന്ന് വരയ്ക്കാൻ പറ്റുന്നത്. അപ്പോൾ ജസ്റ്റ് ഈ ഡയഗ്രാം ഒന്ന് നോക്കുക. സം എ ആർ ബി, സം ബി ആർ സി, ഓൾ സി ആർ ഡി, ഓൾ ഡി ആർ ഇ, നോ ഇ ഈസ് എഫ്. അപ്പോൾ ഇതിന് എന്തൊക്കെ കൺക്ലൂഷൻസ് നമുക്ക് മുന്നത്തെ ക്ലാസ്സിൽ നിന്ന് മനസ്സിലായി. എന്തൊക്കെ കൺക്ലൂഷൻസ് കിട്ടും? സം സി ആർ ഡി ഓൾ സി ആർ ഡി ഓൾ ഡി ആർ ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ സി ആർ ഇ കറക്റ്റ് ആണ്. അതേപോലെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ സം ഇ ആർ ഡി കറക്റ്റ് ആണ്, സം ഇ ആർ സി കറക്റ്റ് ആണ്. അതേപോലെ തന്നെ സം ബി ആർ സി കറക്റ്റ് ആണ്, സം ബി ആർ ഡി കറക്റ്റ് ആണ്, സം ബി ആർ ഇ കറക്റ്റ് ആണ്. ഇനി കൺക്ലൂഷൻസ് നോക്കി നോക്കാം. സം ബി ആർ നോട്ട് എഫ്. ബിയും എഫും തമ്മിലാണ് കണക്ഷൻ. ബിയും എഫും തമ്മിലാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ സം ബി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സം ബി പറയുമ്പോൾ എന്താണ്, ബിന്റെ കുറച്ച് ഭാഗം സി ആണ്, ബിന്റെ കുറച്ച് ഭാഗം ഡി ആണ്, ബിന്റെ കുറച്ച് ഭാഗം ഇ ആണ്. ഈ സിയും ഡിയും ഇയും ഒന്നും എഫ് ആയിട്ട് കണക്ഷൻ ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോ ഇ ഈസ് എഫ് എന്ന് പറഞ്ഞാൽ അതിൽ ഡി ആയിട്ടും കണക്ഷൻ വരാൻ പാടില്ല, സി ആയിട്ടും കണക്ഷൻ വരാൻ പാടില്ല. പക്ഷെ ഈ ഇയും ഡിയും സിയും ഒക്കെ ബിന്റെ കുറച്ച് ഭാഗമാണ്. അപ്പൊ ബിന്റെ കുറച്ച് ഭാഗം എഫ് ആയിട്ട് കണക്ഷൻ ഇല്ല എന്ന് നമുക്ക് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഡയഗ്രത്തിൽ നിന്ന് മനസ്സിലായി. അതന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സം ബി ആർ നോട്ട് എഫ്. സം ബി ആർ നോട്ട് എഫ്. അപ്പോൾ ഫസ്റ്റത്തെ കൺക്ലൂഷൻ ഫോളോ ചെയ്യും. ബിന്റെ കുറച്ച് ഭാഗം എഫ് അല്ല. പിന്നെ സം എഫ് ആർ നോട്ട് എ. അപ്പോൾ എഫും എയും തമ്മിലാണ് ഇപ്പൊ ഇവിടെ റിലേഷൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സം എഫ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഫിന്റെ കൂടെ എന്തെങ്കിലും ഉണ്ടോ? സം എഫ് നമുക്ക് ഇവിടെ കാണിക്കാൻ ഒന്നുമില്ല. അപ്പൊ എന്ത് ചെയ്യാം? നെഗറ്റീവ് ആയിട്ട് തന്നെ എഫും എയും തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ആദ്യം നോക്കുക. അപ്പൊ നമ്മുടെ സ്റ്റേറ്റ്മെന്റിൽ എന്താണ്, ഇയും ഡിയും സിയും ആയിട്ട് കണക്ട് ചെയ്യാണ്ട് എഫ് വരക്കണം എന്നാണ്. അപ്പോൾ ഈ എഫിനെ നമുക്ക് വേണമെങ്കിൽ എയുമായിട്ട് കണക്ട് ചെയ്ത് വരയ്ക്കാം. ഇതൊരു പോസിബിലിറ്റി കേസാണ്. അതായത് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ എയും എഫും തമ്മിൽ റിലേഷൻ ഉണ്ടല്ലോ. കാരണം ഇവിടെ ആവുമ്പോൾ എഫും ഇ ആയിട്ട് കണക്ഷൻ ഇല്ല, എഫും സി ആയിട്ടില്ല, എഫും ഡി ആയിട്ടില്ല. അതേപോലെ തന്നെ എയും എഫ് ആയിട്ട് വരും ചെയ്തു. അതായത് അവിടെ ഒരു എയും എഫും തമ്മിലുള്ള റിലേഷൻ പോസിബിൾ ആണ്. അപ്പൊ സം എഫ് ആർ നോട്ട് എന്ന് ഡെഫിനിറ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം സം എഫ് ആർ എന്നുള്ള ഒരു പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യം ഉണ്ട് അവിടെ. അപ്പൊ സം എഫ് ആർ നോട്ട് എന്ന് പറയുന്നത് ഫോൾസ് ആയിരിക്കും. ഒന്നുകൂടി പറയാം.
നമ്മുടെ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് കിട്ടുന്ന ഡയഗ്രാം ഇതാണ്. അതായത് സം എ ആർ ബി, സം ബി ആർ സി, ഓൾ സി ആർ ഡി, ഓൾ ഡി ആർ ഇ, നോ ഇ ഈസ് എഫ്. അപ്പൊ ഇങ്ങനെ വരച്ചിരിക്കുന്നു. നമ്മൾ സ്റ്റേറ്റ്മെന്റ് വെച്ച് ഇങ്ങനെ വരച്ചു. ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഇയും ഡിയും സിയും ആയിട്ട് കണക്ഷൻ വരാതെ വരച്ചാൽ മതി. അത് വേണമെങ്കിൽ ഇത് സം എഫിന്റെ കാര്യം ചോദിച്ചിരിക്കുന്നു. സം എഫിന് ഇവിടെ ഒന്നുമില്ല. അപ്പൊ ഈ എഫിനെ നമുക്ക് വേണമെങ്കിൽ എയുമായിട്ട് കണക്ട് ചെയ്ത് വരയ്ക്കാം, അല്ലെങ്കിൽ എന്റെ ഉള്ളിൽ എഫ് ആക്കിയിട്ടൊക്കെ വരയ്ക്കാം. അങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇവിടെ സിയും ഡിയും ആയിട്ടൊന്നും റിലേഷൻ ഇല്ലാണ്ട് വരയ്ക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു കാര്യം പോസിബിൾ ആയതുകൊണ്ട്, എഫും എയും തമ്മിലുള്ള റിലേഷൻ പോസിബിൾ ആയതുകൊണ്ട് തന്നെ സം എഫ് ആർ നോട്ട് എന്ന് ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് സം എഫ് ആർ നോട്ട് എ എന്ന് പറയുന്നത് ഫോളോ ചെയ്യില്ല. ഇനി അടുത്തത് സം എ ആർ നോട്ട് എഫ്. തിരിച്ചു പറയാണ് സം എ ആർ. ഇവിടെ സം എയുമായിട്ട് എന്തായിട്ട് റിലേഷൻ ഉള്ളൂ? ബി ആയിട്ടാണ് ഡെഫിനറ്റ് ആയിട്ട് സ്റ്റേറ്റ്മെന്റിൽ നിന്നുള്ള റിലേഷൻ ഉള്ളത്. ബിയു ആയിട്ട് മാത്രമാണ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു ബിന്റെ കുറച്ച് ഭാഗം എഫ് അല്ലാന്ന് ഡെഫിനറ്റ് ആയിട്ട് പറയാൻ പറ്റും. പക്ഷെ എന്റെ ഈ ഭാഗം നമുക്ക് എഫ് ആയിട്ട് റിലേറ്റ് ചെയ്തില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ എനെയും ബിനെയും ചേർത്തിട്ട് നമുക്ക് വേണമെങ്കിൽ എഫ് വരയ്ക്കാം. അങ്ങനെ വരയ്ക്കുമ്പോൾ സം എ ആർ നോട്ട് എഫ് എന്നുള്ള റിലേഷൻ പോസിബിൾ ആണോ? എയും എഫും തമ്മിൽ ഓൾറെഡി നമുക്ക് റിലേഷൻ വരാം എന്നിപ്പോൾ കാണിച്ചു. ഒന്നില്ലെങ്കിൽ എ ആയിട്ട് കണക്ട് ചെയ്ത് വരയ്ക്കാം, അല്ലെങ്കിൽ ഇവിടെ കണക്ട് ചെയ്ത് വരയ്ക്കാം എന്ന് കാണിച്ചു. അത് എയും എഫും തമ്മിലുള്ള റിലേഷൻ പോസിബിൾ ആണെങ്കിൽ സം എ ആർ നോട്ട് എഫ് എന്നും പറയാൻ പറ്റില്ല, സം എഫ് ആർ നോട്ട് എ എന്നും പറയാൻ പറ്റില്ല. അതായത് ഇത് ഫോളോ ചെയ്യില്ല. ഒന്നുകൂടി പറയാം. സം എ ആർ ബി. സം എ ആർ ബി എന്ന് പറയുമ്പോൾ തന്നെ എയും ബിയും ആയിട്ടാണ് സ്റ്റേറ്റ്മെന്റിൽ നിന്ന് കറക്റ്റ് ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻ പറയുന്നത് ബിയും ആയിട്ട് മാത്രമാണ്. എഫ് ആയിട്ട് വേണമെങ്കിൽ വരാം. അപ്പൊ അതുകൊണ്ട് സം എ ആർ നോട്ട് എഫ് എന്നുള്ളത് ഡെഫിനറ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. അതുകൊണ്ട് അത് ഫോളോ ചെയ്യില്ല. ഇനി അടുത്തത് സം ഡി ആർ നോട്ട് എഫ്. ഡി ഇവിടെ, എഫ് ഇവിടെ. ചിത്രത്തിൽ കണ്ടാൽ തന്നെ മനസ്സിലാവും ഡിയും എഫ് ആയിട്ട് ഓൾറെഡി റിലേഷൻ ഇല്ല. കാരണം ഇ ആയിട്ട് എഫിന് റിലേഷൻ ഇല്ലെങ്കിൽ സിയും ഡിയും ആയിട്ട് റിലേഷൻ ഉണ്ടാവാൻ പാടില്ല. അപ്പൊ സം ഡി ആർ നോട്ട് എഫ് എന്ന സം ഡിന്റെ പോർഷൻ ഇവിടെയാണല്ലോ. സം ഡി ആർ നോട്ട് എഫ് ഓൾറെഡി സ്റ്റേറ്റ്മെന്റിന് അല്ലെങ്കിൽ ഡയഗ്രത്തിൽ നമുക്ക് മനസ്സിലായ കാര്യമാണ്. അതുകൊണ്ട് ഇത് ഫോളോ ചെയ്യും. ഓൾറെഡി ഡിയും എഫും ആയിട്ട് റിലേഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ സം ഡി ആർ നോട്ട് എഫ് എന്ന് പറയുന്നത് ട്രൂ ആണ്. അപ്പോൾ ഫസ്റ്റത്തെയും ലാസ്റ്റത്തെയാണ് ഫോളോ ചെയ്യുള്ളൂ, ബാക്കി രണ്ടെണ്ണം ഫോളോ ചെയ്യില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഓൾ കാർ ആർ ബൈക്ക്. അപ്പൊ കാറിനെ കവർ ചെയ്തുകൊണ്ട് ബൈക്ക് വരച്ചു. ഓൾ കാർ ആർ ബൈക്ക്. നോ ബൈക്ക് ഈസ് ബസ് എന്ന് പറഞ്ഞത്. ബസ്സും ബൈക്കും ആയിട്ട് കണക്ഷൻ ഇല്ല. പിന്നെ ഓൾ ബൈക്ക് ആർ ട്രെയിൻ. ഇപ്പൊ ബൈക്ക് ഇവിടെയാണ്. അപ്പൊ ബൈക്കിനെ കവർ ചെയ്തുകൊണ്ട് നമ്മൾ ട്രെയിൻ വരച്ചു. പിന്നെ സം ട്രെയിൻ ആർ പ്ലെയിൻ. സം ട്രെയിൻ ആർ പ്ലെയിൻ. സ്റ്റേറ്റ്മെന്റ് എന്ന് ഡെഫിനറ്റ് ആയിട്ട് പറയാൻ പറ്റുന്ന രീതിക്ക് നമ്മൾ ഡയഗ്രാം വരച്ചിട്ടുണ്ട്. ഓൾ കാർ ആർ ബൈക്ക്, നോ ബൈക്ക് ഈസ് ബസ്, ഓൾ ബൈക്ക് ആർ ട്രെയിൻ, സം ട്രെയിൻ ആർ പ്ലെയിൻ. ഇതാണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റുകൾ. ഇതാണ് ഡയഗ്രാം. അപ്പോൾ കൺക്ലൂഷൻ പോണതിന് മുന്നേ തന്നെ ഇതിൽ നോക്കുക. ഓൾ കാർ ആർ ബൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ കാർ ആർ ട്രെയിന് ട്രൂ ആണ്, ഓൾ ബൈക്ക് ആർ ട്രെയിന് ട്രൂ ആണ്, സം ട്രെയിൻ ആർ ബൈക്ക് ട്രൂ ആണ്, സം ട്രെയിൻ ആർ കാർ ട്രൂ ആണ്, സം ബൈക്ക് ആർ കാർ ട്രൂ ആണ്. അതേപോലെ സം ട്രെയിൻ ആർ പ്ലെയിൻ ഓൾറെഡി സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. പിന്നെ നോ ബൈക്ക് ഈസ് ബസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോ ബൈക്ക് ഈസ് ബസ് എന്ന് പറഞ്ഞാൽ അവിടെ കാറുമായിട്ട് ബസ്സിന് റിലേഷൻ പാടില്ല എന്നേ ഉള്ളൂ. പക്ഷെ ട്രെയിനായിട്ട് റിലേഷൻ വരാം. അത് കാരണം ബൈക്ക് ആയിട്ടാണ് കണക്ഷൻ ഇല്ലാന്ന് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വരുന്ന കാറായിട്ട് കണക്ഷൻ വരാതിരിക്കാൻ പാടുള്ളൂ. ട്രെയിൻ ആയിട്ട് വരരുതെന്ന് ഡെഫിനറ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. ഇനി കൺക്ലൂഷൻസ് നോക്കുക. സം ബസ് ആർ നോട്ട് പ്ലെയിൻ എന്നാണ്. സം ബസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ബസ്സുമായിട്ട് കണക്ട് ചെയ്ത് ഇവിടെ ഒന്നുമില്ല. സം ബസ്സിന്റെ ഒരു പിക്ചർ ഇവിടെ ഇല്ല. അപ്പൊ സം ബസ് ആർ നോട്ട് പ്ലെയിൻ പറഞ്ഞാൽ ബസ്സും പ്ലെയിനുമായിട്ട് കണക്ട് ചെയ്ത് വരയ്ക്കാൻ പറ്റുമോ നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ബൈക്കുമായിട്ട് കണക്ഷൻ പാടില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഈ ബസ്സിനെ വേണമെങ്കിൽ ഈ പ്ലെയിനുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഇവിടെ ബസ് വരയ്ക്കാം. ഇവിടെ ബസ് വരച്ചു കഴിഞ്ഞാൽ ബസ്സും ബൈക്കും തമ്മിൽ കണക്ഷൻ ഇല്ല. പക്ഷെ പ്ലെയിനും ബസ്സും തമ്മിലുള്ള ഒരു കണക്ഷൻ പോസിബിൾ ആണ്. അതുകൊണ്ട് സം ബസ് ആർ നോട്ട് പ്ലെയിൻ നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം ബസ്സും പ്ലെയിനും കണക്ഷൻ നമുക്ക് ഉണ്ടാവാം. അപ്പൊ അതുകൊണ്ട് സം ബസ് ആർ നോട്ട് പ്ലെയിൻ എന്ന് പറയുന്നത് ഫോൾസ് ആയിരിക്കും. അത് ഫോളോ ചെയ്യില്ല. പിന്നെ സം ബസ് ആർ നോട്ട് ട്രെയിൻ. സം ബസ് ആർ നോട്ട് ട്രെയിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബസ് ഇവിടെയാണ്, ട്രെയിൻ ഇവിടെയാണ്. അപ്പൊ ഇവിടെ വരച്ച പോലെ തന്നെ സം ബസ്സിന്റെ ഒരു പിക്ചർ ഇതിൽ ഇല്ലാത്തത് കൊണ്ട് ട്രെയിനും ബസ്സും തമ്മിലുള്ള ഒരു പോസിബിലിറ്റി അവിടെ ഉണ്ടോ, അല്ലെങ്കിൽ അത് തമ്മിൽ കണക്ട് ചെയ്ത് വരയ്ക്കാൻ പറ്റുമോ എന്ന് നോക്കാം. ബൈക്കുമായിട്ട് കണക്ഷൻ വരാതെ വേണം. അപ്പൊ ബൈക്കുമായിട്ട് കണക്ഷൻ വരാണ്ട് വേണമെങ്കിൽ ഈ ബസ്സിനെ നമുക്ക് ഇവിടെ വരയ്ക്കാം.
ഇവിടെ വരച്ച് കഴിഞ്ഞാൽ ബസ്സും ട്രെയിനും കണക്ഷൻ വന്നില്ലേ? അപ്പോൾ സം ബസ് ആർ നോട്ട് ട്രെയിൻ എന്ന് പറയാൻ പറ്റുമോ? കാരണം ഇവിടെ ഇങ്ങനെ പോസിബിൾ ആയിട്ട് വരയ്ക്കുകയാണെങ്കിൽ സം ബസ് ആർ ട്രെയിൻ ആണ്. അപ്പൊ സം ബസ് ആർ നോട്ട് ട്രെയിൻ എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അത് ഫോളോ ചെയ്യില്ല. അടുത്ത സ്റ്റേറ്റ്മെന്റ്, അടുത്ത കൺക്ലൂഷൻ നോക്കി നോക്കുക. സം ട്രെയിൻ ആർ നോട്ട് ബസ്. സം ട്രെയിൻ എന്ന് പറയുന്ന പോർഷൻ എന്തായിരിക്കും? അതായത് നമുക്ക് ഈ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഡയഗ്രത്തിൽ നിന്ന് ഓൾറെഡി നമുക്ക് പറയാൻ പറ്റും സം ട്രെയിൻ ആർ നോട്ട് ബസ് എന്ന് പറയാൻ പറ്റില്ലേ? കാരണം എന്താ? ഓൾ ബൈക്ക് ആർ ട്രെയിൻ ആണ്. ഓൾ ബൈക്ക് ആർ ട്രെയിൻ പറഞ്ഞാൽ സം ട്രെയിൻ ആർ ബൈക്ക് ആണ്. ഈ ബൈക്ക് ബസ് അല്ല എന്ന് പറഞ്ഞാൽ സം ട്രെയിൻ ആർ ബൈക്ക് നോട്ട് ബസ് എന്നല്ലേ? ഒന്നുകൂടി പറയാം. ഓൾ ബൈക്ക് ആർ ട്രെയിൻ. ഓൾ ബൈക്ക് ആർ ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഓൾറെഡി സം ട്രെയിൻ ആർ ബസ് ആണല്ലോ, സം ട്രെയിൻ ആർ ബൈക്ക് ആണല്ലോ. നോ ബൈക്ക് ഈസ് ബസ്. നോ ബൈക്ക് ഈസ് ബസ് എന്ന് പറഞ്ഞാൽ സം ട്രെയിൻ ആർ നോട്ട് ബസ്. സം ട്രെയിൻ ആണ് ബൈക്ക്, സം ട്രെയിൻ ആണ് ബൈക്ക്, ബൈക്ക് ബസ് അല്ല പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സം ട്രെയിൻ ആർ ബൈക്ക് എന്ന് പറയുന്നത്, സം ട്രെയിൻ ആർ നോട്ട് ബസ് എന്ന് പറയുന്നത് ട്രൂ ആണ്. അതായത് ഇത് ഫോളോ ചെയ്യും. ഇതിന്റെ ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? സം ബസ് ആർ നോട്ട് ട്രെയിൻ എന്ന് പറയുന്നത് ഫോൾസ് ആണ്, പക്ഷെ സം ട്രെയിൻ ആർ നോട്ട് ബസ് എന്ന് പറയുന്നത് ട്രൂ ആണ്. അതാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ആ ഡിഫറൻസ് കറക്റ്റ്, കൺസെപ്റ്റ് കറക്റ്റ് ആയിട്ട് മനസ്സിലായിരിക്കണം. സം ബസ് ആർ നോട്ട് ട്രെയിൻ പറയുമ്പോൾ സം ബസ്സിന്റെ പോർഷൻ ആണ് നോക്കുക. നമ്മള് ബസ്സും ട്രെയിനും ആയിട്ട് കണക്ട് ചെയ്ത് വരയ്ക്കാൻ പറ്റുമോ നോക്കുക. ബസ്സിന്റെ ഇവിടെ വേറെ സം ബസ് ഇല്ലാത്തത് കൊണ്ട്, അപ്പൊ നമ്മൾ ഇവിടെ കണക്ട് ചെയ്ത് വരയ്ക്കാൻ പറ്റുന്നത് കൊണ്ട് ട്രെയിനും ബസ്സും തമ്മിലൊരു റിലേഷൻ വരാവുന്നത് കൊണ്ട് അത് ഫോൾസ് ആണ് പറഞ്ഞു. രണ്ടാമത്തെ ഫോൾസ് ആണെന്ന് പറഞ്ഞു. പക്ഷെ മൂന്നാമത്തേല് സം ട്രെയിൻ ആർ നോട്ട് ബസ് എന്നാണ്. സം ട്രെയിൻ അത് ഓൾറെഡി സ്റ്റേറ്റ്മെന്റിൽ ഉള്ളതാണ്. കാരണം സം ട്രെയിൻ പറഞ്ഞാൽ അതിൽ ബൈക്കും കാറും വരും. ബൈക്കും കാറും ഓൾറെഡി ബസ്സുമായിട്ട് കണക്ഷൻ ഇല്ല എന്ന് സ്റ്റേറ്റ്മെന്റിൽ തന്നെ ഡെഫിനറ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് സം ട്രെയിൻ ആർ നോട്ട് ബസ് എന്നുള്ളത് സ്റ്റേറ്റ്മെന്റിൽ നിന്ന് നമ്മൾ ഡിറൈവ് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ അത് ഡെഫിനറ്റ് ആയിട്ട് പറയാൻ പറ്റും സം ട്രെയിൻ ആർ നോട്ട് ബസ് എന്നുള്ളത്. അതുകൊണ്ട് സം ട്രെയിൻ ആർ നോട്ട് ബസ് ട്രൂ ആണ്, എന്നാൽ സം ബസ് ആർ നോട്ട് ട്രെയിൻ ഫോൾസ് ആണ്. കൺസെപ്റ്റ് മനസ്സിലായി വിചാരിക്കുന്നു. ഫസ്റ്റത്തെ സം ബസ് ആർ നോട്ട് പ്ലെയിൻ. ബസ്സും പ്ലെയിനും കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് വരയ്ക്കാം, കാരണം ബൈക്ക് കണക്ട് ചെയ്യാണ്ട് വരച്ചാൽ മതി. അപ്പൊ ബസ്സും പ്ലെയിനും തമ്മിലുള്ള ഒരു റിലേഷൻ പോസിബിൾ ആണ്. രണ്ടാമത്തേല് ബസ്സും ട്രെയിനും തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്, പക്ഷെ സം ബസ് ആണ് ചോദിച്ചിരിക്കുന്നത്. സം ബസ് പറഞ്ഞാൽ ഈ ബസ്സിനെ കണക്ട് ചെയ്ത് വരയ്ക്കാൻ പറ്റുമോ നോക്കിയാൽ മതി, ബസ്സിന്റെ ഭാഗം നോക്കിയാൽ മതി. പക്ഷെ മൂന്നാമത്തേല് സം ട്രെയിനാണ് ചോദിച്ചിരിക്കുന്നത്. സം ട്രെയിൻ ഓൾറെഡി സ്റ്റേറ്റ്മെന്റിൽ ബസ്സുമായിട്ട് കണക്ഷൻ ഇല്ല. അതുകൊണ്ട് സം ട്രെയിൻ ആർ നോട്ട് ബസ് ഫോളോ ചെയ്യും, സം ബസ് ആർ നോട്ട് ട്രെയിൻ ഫോളോ ചെയ്യില്ല. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. സം പേപ്പർ ആർ സ്വിച്ച്. സം പേപ്പർ ആർ സ്വിച്ച്. സം സ്വിച്ച് ആർ ബുക്ക്. ഓൾ ബുക്ക് ആർ നോട്ട്. അപ്പോൾ ബുക്കിനെ കവർ ചെയ്തിട്ട് നോട്ട് വരച്ചു. ഓൾ നോട്ട് ആർ പെൻ. സം പെൻ ആർ സ്കെയിൽ. Some paper are switch, some switch are book, all book are not, all not are pen, some pen are scale. ഇതാണ് വരച്ചിരിക്കുന്നത്. ഇനി കൺക്ലൂഷൻ സം നോട്ട് വെച്ചിട്ടാണ്. സം പേപ്പർ ആർ നോട്ട് സ്കെയിൽ. സം പേപ്പർ നോക്കുക, പേപ്പറും സ്കെയിലും. ഈ സ്കെയിലും പേപ്പറും കണക്ട് ചെയ്തിട്ടാണ് വരച്ചിരിക്കുന്നത്. സം പേപ്പർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സം പേപ്പർ പറയുമ്പോൾ കണക്ട് ചെയ്ത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? ഡെഫിനറ്റ് ആയിട്ട് പറയാൻ പറ്റും. ഇതിപ്പോൾ ഇതൊരു പോസിബിൾ ആയിട്ടുള്ള ഡയഗ്രാമാണ്. ഈ സ്കെയിലിനെ പെന്നുമായിട്ട് കണക്ട് ചെയ്തിട്ട് വേണം നമുക്ക് വരയ്ക്കാൻ. ആ സ്കെയിലിനെ വേണമെങ്കിൽ ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് വരയ്ക്കാം. സ്കെയിലും സ്വിച്ചും പേപ്പറും ഒക്കെ കണക്ട് ചെയ്തിട്ട് വേണമെങ്കിൽ സ്കെയിൽ വരയ്ക്കാം. അങ്ങനെ വരച്ചു കഴിഞ്ഞാൽ സം പേപ്പർ ആ നോട്ട് സ്കെയിൽ കറക്റ്റ് ആവില്ല. മനസ്സിലായി വിചാരിക്കണം. അതായത് പെന്ന് സം പെൻ ആ സ്കെയിൽ എന്നാണ് സ്റ്റേറ്റ്മെന്റിലുള്ള കൊടുത്തിരിക്കുന്നത്. ഈ സ്കെയിലിനെ വേണമെങ്കിൽ ഇങ്ങനെ കണക്ട് ചെയ്ത് എല്ലാം കൂടി ചേർത്തിട്ട് വരയ്ക്കാം. ഇങ്ങനൊരു ഡയഗ്രാം പോസിബിൾ അല്ലേ? കാരണം പെന്നും സ്കെയിലും കണക്ഷൻ വന്നാൽ മതി. ഇവിടെ ഒരു നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ഒന്നും ഇല്ല. അപ്പൊ ഈ സ്കെയിലിൽ നമുക്ക് ഇങ്ങനെ ഇവിടെ വരച്ചു കഴിഞ്ഞാൽ പെന്നും സ്വിച്ചും ഒക്കെ ആയിട്ട് എന്തായാലും റിലേഷൻ വരും. അപ്പൊ സം പേപ്പർ ആർ നോട്ട് സ്കെയിലിൽ ഡെഫിനറ്റ് ആയിട്ട് പറയാൻ പറ്റില്ല, അത് ഫോളോ ചെയ്യില്ല. അടുത്തത് സം നോട്ട് ആർ നോട്ട് പേപ്പർ. നോട്ട് ഇവിടെയാണ്, പേപ്പർ ഇവിടെയാണ്. ഇവിടെ നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് സം സ്വിച്ച് ആർ ബുക്ക്, അതേപോലെ സം സ്വിച്ച് ആർ നോട്ട് പറയാം. അപ്പൊ നോട്ട് സ്വിച്ചും ഡയറക്റ്റ് റിലേഷൻ ഉണ്ട്. മെസ്സേജ് വന്നു. നോട്ടും സ്വിച്ചും ഡയറക്റ്റ് റിലേഷൻ ഉണ്ട്. അപ്പോൾ നോട്ടും പേപ്പറും ഡെഫിനറ്റ് ആയിട്ട് പറയുന്നില്ല, പക്ഷേ ഇത് വേണമെങ്കിൽ ചേർത്ത് വരയ്ക്കാം. അതായത് ഇത് പേപ്പറ്, ഇത് ബുക്ക്, ഇത് നോട്ട് അല്ലേ? അപ്പൊ ഈ ബുക്കിനെ കവർ ചെയ്തിട്ട് നോട്ട് വരയ്ക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ ഈ നോട്ട് വരയ്ക്കുമ്പോൾ ചേർത്ത് വരച്ചു കഴിഞ്ഞാൽ പേപ്പറും കൂടി കണക്ട് ചെയ്ത് വരയ്ക്കാൻ പറ്റും.
അതായത് സം നോട്ട് ആർ നോട്ട് പേപ്പർ എന്നുള്ളതും പോസിബിൾ അല്ല. ഇത് സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാവും, ഡയഗ്രാം വരച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. പക്ഷേ ഡയഗ്രാം വരയ്ക്കാതെ തന്നെ ഇത് ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചോദിച്ചിരിക്കുന്ന ഈ സ്റ്റേറ്റ്മെന്റുകൾ ശ്രദ്ധിക്കുക. സം പേപ്പർ ആർ സ്വിച്ച്, സം സ്വിച്ച് ആർ ബുക്ക്, ഓൾ ബുക്ക് ആർ നോട്ട്, ഓൾ നോട്ട് ആർ പെൻ, സം പെൻ ആർ സ്കെയിൽ. ഇവിടെ എവിടെയും നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഇല്ല. അതായത് നമുക്ക് സ്കെയിൽ വരയ്ക്കുമ്പോൾ അല്ലെങ്കിൽ സം പെൻ ആർ സ്കെയിൽ വരയ്ക്കുമ്പോൾ ഈ സ്കെയിൽ വേറെ ഒന്നുമായിട്ട് കണക്ഷൻ ഇല്ല എന്ന് സ്റ്റേറ്റ്മെന്റിൽ എവിടെയും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് ഈ സ്കെയിലിന് ബുക്കായിട്ടും നോട്ടായിട്ടും സ്വിച്ചായിട്ടും പേപ്പറൊക്കെ ആയിട്ട് കണക്ഷൻ വരാം. അപ്പോൾ സം പേപ്പർ ആർ നോട്ട് സ്കെയിൽ പറയാൻ പറ്റില്ല, സം നോട്ട് ആർ നോട്ട് പേപ്പർ എന്ന് പറയാം. അതായത് സിംഗിൾ ഡയഗ്രത്തിൽ നിൽക്കുന്നതോ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റിൽ നെഗറ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഇല്ലെങ്കിലോ നെഗറ്റീവ് ആയിട്ടുള്ള കൺക്ലൂഷൻ വരില്ല. മനസ്സിലായി വിചാരിക്കുന്നു. അതായത് സം പേപ്പർ ആർ നോട്ട് സ്കെയിൽ എന്നാണ് ഫസ്റ്റ് കൺക്ലൂഷൻ. സം നോട്ട് വരണമെങ്കിൽ അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടൊരു സ്റ്റേറ്റ്മെന്റ് വരണമെങ്കിൽ എവിടെയെങ്കിലും ഇവിടെ ഒരു റിലേഷൻ ഇല്ല എന്ന് സ്റ്റേറ്റ്മെന്റിൽ പറയണം. കാരണം ഈ സ്കെയിലിന് നമുക്ക് പെന്നുമായിട്ട് റിലേഷൻ ഉണ്ട് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് വേണമെങ്കിൽ നോട്ടായിട്ട് വരാം, ബുക്കായിട്ട് വരാം, സ്വിച്ച് ആയിട്ട് റിലേഷൻ വരാം, പേപ്പറായിട്ട് റിലേഷൻ വരാം. അപ്പോൾ സം പേപ്പർ അല്ലെങ്കിൽ സം ബുക്ക് എന്നൊക്കെ പറയുമ്പോൾ അതുമായിട്ട് എന്തിനും റിലേഷൻ വരാം. അപ്പോൾ നെഗറ്റീവ് ആയിട്ടൊരു കൺക്ലൂഷൻ ഫോളോ ചെയ്യില്ല. ഡയഗ്രാം വരയ്ക്കാതെ തന്നെ ഈ സ്റ്റേറ്റ്മെന്റുകളിൽ നിന്ന് ഈ കൺക്ലൂഷൻ ഫോളോ ചെയ്യില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതായത് സ്റ്റേറ്റ്മെന്റുകൾ എല്ലാം പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള, അതായത് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കൺക്ലൂഷൻ അവിടെ അത് ഫോളോ ചെയ്യില്ല. ഡയഗ്രാം വരയ്ക്കാതെ തന്നെ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് കണ്ടാൽ തന്നെ അത് മനസ്സിലാക്കാൻ പറ്റിയിരിക്കണം. നെഗറ്റീവ് ആയിട്ടുള്ള കൺക്ലൂഷൻ വരണമെങ്കിൽ സ്റ്റേറ്റ്മെന്റിൽ എവിടെയെങ്കിലും ഒരു നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരിക്കണം എന്നുള്ളൊരു പോയിന്റ് അവിടെ നോക്കിയിട്ട് ഈ ട്രിക്ക് എന്തായാലും അവിടെ ഓർത്ത് വെക്കുക. അപ്പോൾ കൺക്ലൂഷൻ സം നോട്ട് അല്ല. ഇപ്പോൾ നോ വെച്ചിട്ടുള്ള കൺക്ലൂഷൻ ആണെങ്കിലും നോ കൺക്ലൂഷൻ വരണമെങ്കിൽ സ്റ്റേറ്റ്മെന്റിൽ എവിടെയെങ്കിലും ഒരു നോ ഉണ്ടായിരിക്കണം. അത് ഫുൾ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റും കൺക്ലൂഷൻ നെഗറ്റീവ് ആണെങ്കിൽ വരയ്ക്കാതെ തന്നെ നമ്മളത് ഫോളോ ചെയ്യില്ല എന്ന് മനസ്സിലാക്കണം.